തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ല, കേരളത്തെ മുന്നിൽ കണ്ടാണ് പുതിയ നയരേഖ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നത് എന്ന് CITU സംസ്ഥാന സെക്രട്ടറി എളമരം കരീം. കേരളത്തിൽ ഭരണ തുടർച്ചയുണ്ടാകും, ക്യാപ്റ്റൻ പിണറായി ആയിരിക്കുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ല എന്നും എളമരം കരീം മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. CPM സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനം ഇന്ന് തുടങ്ങുകയാണ്. അപ്പോൾ നേതാക്കളെല്ലാം കൊല്ലത്തുണ്ട്, പ്രഭാത നടത്തത്തിലാണ്. മന്ത്രി P രാജീവും എളമരം കരീമുണ്ട് മാതൃഭൂമി ന്യൂസിന്. അപ്പം കൊല്ലത്തേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സംസ്ഥാന സമ്മേളനം വരികയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു പങ്കുവയ്ക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഈ സമ്മേളനം വ്യത്യസ്തമാകുന്നത്? ഈ സമ്മേളനം CPIM-ൻ്റെ കേരളത്തിലെ വളർച്ചയുടെ ഒരു ഘട്ടത്തിലാണ്. എല്ലാ ആക്രമണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് പാർട്ടി സുശക്തമായ ഒരവസ്ഥയിലേക്ക് ജനപിന്തുണയിലും സംഘടനാ ശക്തിയിലും മുന്നോട്ട് പോവുക. അതിൻ്റെ ഒരു വിളംബരമായിരിക്കും ഈ സമ്മേളനം. അപ്പോൾ ഈ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ നേരത്തെ നമുക്ക് തന്നെ അറിയാം, സെക്രട്ടറിയേറ്റിന് മുമ്പിൽ ഈ ആശാവർക്കർമാരുടെ സമരമൊക്കെ നടക്കുന്നു. അതൊന്നും വെച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി കഴിയുന്നില്ലല്ലോ. തൊഴിൽ പ്രശ്നമേ പരിഹരിക്കാൻ പറ്റൂ, രാഷ്ട്രീയ സമരം പരിഹരിക്കാൻ കഴിയില്ല. തൊഴിൽ പ്രശ്നം തൊഴിലാളികൾ ഉന്നയിക്കാറുണ്ട്. അവരുടെ ഡിമാൻഡുകൾ ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ തൊഴിലുടമകൾക്ക് ചെയ്യാൻ പറ്റുന്നത് സർക്കാർ മധ്യസ്ഥം വഹിക്കുക, ഇതൊക്കെ ചെയ്യാറുണ്ട്. തിരുവനന്തപുരത്ത് അതല്ല, രാഷ്ട്രീയ സമരം. SUCI, SDPI, ജമാഅത്തെ ഇസ്ലാമി, കോൺഗ്രസ് എല്ലാവരും കൂടി ചേർന്ന LDF വിരുദ്ധ രാഷ്ട്രീയ സമരം. അതവർ തീരുമാനിക്കുമ്പോഴേ നിൽക്കുള്ളൂ. ഈ ഒരു പൊതു ചർച്ച ഉണ്ടാകുന്നുണ്ട്, അതായത് ഒരു മൂന്നാം സർക്കാർ വരും അല്ലെങ്കിൽ LDF സർക്കാർ വരുമെന്നൊക്കെ ഒരു ചർച്ചയിലെങ്കിലും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ സമ്മേളനത്തിലും ഒരു കേരളത്തിൻ്റെ പറ്റിയുള്ള നയരേഖ ഉണ്ടാകുമെന്ന് പറയുന്നു. അതിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കണം? അത് കേരളത്തിൻ്റെ ഭാവി വികസനത്തിന് രൂപരേഖ നൽകുന്നതിന് വേണ്ടിയാണ്. നവകേരളം എന്ന ഒരാശയം നേരത്തെ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതിനെ നവീകരിച്ചുകൊണ്ട് കൂടുതൽ ശക്തമായി നോളജ് ഇക്കോണമിയെ ശക്തിപ്പെടുത്താൻ പുതിയ വ്യവസായ നിക്ഷേപം, തൊഴിൽദാനം, ഇതിനെല്ലാം ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു നയരേഖയാണ്. അതിൻ്റെ വിശദാംശം ഇപ്പോൾ പറയാനായില്ല, നാളെ അവതരിപ്പിക്കുകയുള്ളൂ. പക്ഷേ എങ്കിലും ഇതൊക്കെ ആയിരിക്കും അതിൻ്റെ ദിശകൾ. അപ്പം അത് കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്.